ചന്ദനമണിവാതിൽ പാതിച്ചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാരചന്ദ്രികേ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ നാണം പൂത്തുവിടർന്ന ലാവണ്യമേ യാമിനി ഗ്രാമസുഗന്ധിയല്ലേ അന്ത്യയാമത്തിലെ മഞ്ഞേറ്റ പൂക്കുമി സ്വർണ്ണമന്ദാരങ്ങൾ സാക്ഷിയല്ലേ. അങ്ങനെയാണോ? എനിക്കറിയില്ല. ആ പാട്ടിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അങ്ങനെ ആ പാട്ടൊന്ന് പാടിയതാണ് കേട്ടോ. ഞാൻ രാവിലെ ഇത് കഴിക്കാൻ പോവാം. ഇതാർക്കെങ്കിലും മനസ്സിലായോ എന്താണെന്ന്? മനസ്സിലായവർ കമൻറ്റ് ചെയ്യണേ, ഞാൻ പറയത്തില്ലേ. ഒരു ക്ലൂ തരാം, മണ്ണിൽ വിളയുന്നതാണ്. ഓക്കെ, ഇത്രേ പറയത്തുള്ളൂ, ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കണം. പണ്ട് കാലത്തൊക്കെ ഇതായിരുന്നു കൂടുതൽ. ഇങ്ങോട്ട് മഴയുണ്ടോ? ഇവിടെ മഴ വരും പോവും വരും പോവും വരും പോവും. നമുക്ക് മഴയെക്കുറിച്ചൊരു പാട്ടുണ്ടാക്കിയാലോ? മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. കാടും തൊടികളും കനകനിലാവത്ത് കൈകൊട്ടിച്ചിരിക്കണ കാലമുണ്ട്. അങ്ങനൊരു കാലമുണ്ടായിരുന്നു. അന്ന് കാണാനില്ല സത്യം. അന്ന് അതൊരു വല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. ജോലിയൊക്കെ കഴിയുമ്പോൾ വേഗം ജോലി ഒതുക്കും. എന്തിനാണെന്നറിയാം? എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്നിട്ട് കഥ പറയാനും നുണ പറയാനും. അമ്മമാർക്കൊക്കെ ആണെങ്കിൽ നുണ പറയാനാണ്, കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കഥ പറയാനും കളിക്കാനും, സാറ്റ് കളിക്കാൻ, പാണ്ടി കളിക്കാൻ, പാറ കളിക്കാൻ. പാറ കളിയാണ് കൂടുതൽ കളിച്ചിട്ടുള്ളത്. പാറ കളിക്കുന്നത് അറിയോ? 5 കല്ല് 10 കല്ല് 20 കല്ല് 25 കല്ലൊക്കെ വെച്ചിട്ട് പിന്നെ പേൻ കൊല്ലും. ഓരോരുത്തരും മടിയിലായിട്ട് കിടന്നിട്ടിങ്ങനെ അങ്ങനെ ഒരുപാട്. വൈകുന്നേരം ആകുമ്പോൾ കട്ടൻ ചായയൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ സാധനങ്ങളൊക്കെ വെച്ച് അരി വറുത്ത് പൊടിച്ചതും എനിക്ക് കൊണ്ടുവരും കഴിക്കാൻ. അന്ന് ഇതുപോലെ പൊക്കത്തി കെട്ടിയ മതിലുകളൊന്നുമില്ല. അന്ന് കശാല മാത്രമേ ഉള്ളൂ. കശാല എന്നാണ് അതിന് പറയുന്നത്. മണ്ണ് കൊണ്ട് ഇങ്ങനെ പൊക്കി കെട്ടിയ മതിലുകൾ. എത്ര പൊക്കെ കാണത്തുള്ളൂ. ഇവിടെ നിന്ന് അപ്പുറത്ത് പോവാം, അവിടെ നിന്ന് ഇപ്പുറത്ത് പോവാം. ചാടി കുറേ സ്ഥലമൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ടാവും. പിന്നെ മുള്ളു കമ്പിയില്ല. അപ്പം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഥയൊക്കെ പറഞ്ഞ് പിന്നെ ആറ്റിൽ കുളിക്കാൻ പോകുന്ന എല്ലാവരും ഒരുമിച്ച് അവിടെയും പോയി കഥ പറച്ചില്ല. ഇരുട്ടി വെളുത്താലും കഥ പറഞ്ഞു തീർത്തില്ല. അത്രമാത്രം പറയാനുണ്ട്.
അങ്ങനെ അതൊരു വല്ലാത്ത കാലഘട്ടം. ഓണം വരുമ്പോൾ വെപ്രാളം തുടങ്ങും. തുള്ളിച്ചാട്ടോ. ഓണക്കോടി കിട്ടുമല്ലോ. ഓണക്കോടി എന്നൊക്കെ പിന്നെ വർഷത്തിലൊരിക്കൽ കിട്ടുന്ന കോടിയാണ്. അത് കിട്ടാൻ വേണ്ടി അത്രമാത്രം കാത്തിരിക്കും. ഞാനൊക്കെ ഒത്തിരി കാത്തിരുന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം എൻ്റെ അച്ഛന് PF പൈസ കിട്ടി. അപ്പം PF പൈസയാണോ അത് ഓർക്കുന്നില്ല ഞാൻ. അത് ബോണസോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അന്നത്തെ കാലത്ത് എനിക്കതൊന്നും ഓർമ്മയില്ല. എൻ്റെ അച്ഛന് ജോലി സ്ഥലത്തിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം അച്ഛൻ ചോദിച്ചു, മോൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു. കമ്മൽ വേണോ പാദസരം വേണോ? അപ്പം അതുവരെ ഞാൻ പാദസരം ഇട്ടിട്ടില്ല. ഇന്ന് കുഞ്ഞാണ്, പാദസരം ഇട്ടിട്ടില്ല. അന്ന് പാദസരമൊക്കെ ഉണ്ടെങ്കിലും അപൂർവമാണ്. അത്രയും വലിയ വീട്ടിലെ കുട്ടികൾക്ക് മാത്രമേ പാദസരമുള്ളൂ എന്നൊക്കെ. പാദസരയോടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാദസരമായിട്ട് ഇങ്ങനെ കിലുക്കി നടക്കാൻ അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പം എന്നോട് ചോദിച്ചു, സ്വർണ്ണ കമ്മൽ വേണോ പാദസരം വേണോ? പക്ഷേ ഏറ്റവും കൂടുതൽ തൂക്കവും ഏറ്റവും കൂടുതൽ മതിപ്പും സ്വർണ്ണത്തിനാണ്. പക്ഷെ ഞാൻ അതല്ല പറഞ്ഞത്, എനിക്ക് പാദസരം മതി എന്ന് പറഞ്ഞു. അങ്ങനെ പാദസരം വാങ്ങി തന്നു. അത് ഇട്ടിട്ട് ഞാൻ ചാടിയ ചാട്ടം എനിക്കിന്നും എൻ്റെ ഹൃദയത്തിലുണ്ടത്. ഞാൻ എവിടെയെല്ലാം പോയി എൻ്റെ പാദസരം കാണിച്ചെന്നറിയാം. എനിക്ക് എൻ്റെ അച്ഛൻ പാദസരം വാങ്ങി തന്നു. ഒരാഴ്ച വരെ എനിക്ക് ഇതിൻ്റെ ഒരു മേളമായിരുന്നു. കാരണം അത്രമാത്രം അതിനോട് ആഗ്രഹം തോന്നിയിരുന്നു. നിറയെ മണിയുള്ള പാദസരം. ഇന്ന് ഞാനത് ഓർക്കുന്നു. പിന്നെ പാദസരങ്ങൾ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട്. സ്വർണവും വെള്ളിയും അല്ലാതെയും ഒക്കെ, ഗോൾഡ് കവറിങ്ങും. ഇപ്പോൾ സ്വർണ്ണം ഇടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സ്വർണം തന്നെ ഇടണ്ട. സ്വർണം പോലുള്ള പാദസരങ്ങളുണ്ട്, അത് വേണമെങ്കിലും ഇടാം. ഞാൻ ഓണം വരുമ്പോൾ ഒരു ഓണക്കോടിക്ക് അങ്ങോട്ട് കുഴിച്ചിരിക്കും. ഓണം വരുമ്പോൾ ഉണ്ടല്ലോ 10 രൂപ തരും. പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. 10 രൂപ തരുള്ളൂ. 10 രൂപ തന്നിട്ട് പറയാം കരിയും പൊട്ടും ഒക്കെ വാങ്ങാൻ പറയും. മനസ്സിലായോ? കരിയും പൊട്ടും ഒക്കെ വാങ്ങിക്കോ എന്ന് പറയും. അപ്പോൾ അമ്മയുടെ കൂടെ പോയിട്ട് അതൊക്കെ റേറ്റ് കുറവാണ് സാധനങ്ങളൊക്കെ വാങ്ങും. നമുക്ക് വിടും. കരിയോ വള നല്ല മിനുക്ക് സ്ലൈഡുകളുണ്ട്. അതൊക്കെ ഭയങ്കര അന്നത്തെ അതൊക്കെ നോക്കാം. ഇപ്പം അങ്ങനത്തെ ഒന്നും കാണാൻ പോലും ഇല്ല. ഒരു സ്ലൈഡൊക്കെ നമ്മൾ തലയിൽ വെച്ച് പല മിനുക്കുകളാണല്ലോ, പല കളർ, നമ്മുടെ ഡ്രസ്സിന് മാച്ച് വരുന്ന പല മോഡൽ വെറൈറ്റികൾ. പിന്നെ ഓണത്തിന് പായസം കൂടി സദ്യ. അത് റെയറായിട്ട് ആ ഓർമ്മകളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അത് വേറെ. ഒരു ഓണമാണെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു ഓണം തന്നെയാണ് അല്ലേ. അങ്ങനെ ഒരു ഓണത്തിന് അച്ഛൻ ഞങ്ങളെയും കൊണ്ട്, ഞാനും എൻ്റെ സിസ്റ്ററും ഉണ്ട്, ഞങ്ങളെയും കൊണ്ട് അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി. ആ കൂട്ടുകാരൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ഡാൻസ് പഠിക്കാൻ പോകുന്നത്. അവിടെയാണ് ഡാൻസ് മാസ്റ്റർ വരുന്നത്. അവിടെയും കുട്ടികളുണ്ട്, ആ അങ്കിളിൻ്റെ മക്കൾ. പിന്നെ അവിടെയാണ് നമ്മൾ ഡാൻസ് പഠിക്കാൻ പോകുന്നത്. അവിടെ കൊണ്ടുപോയി. ആ ഓണത്തിന് അവിടെ നല്ല ഹാപ്പി ആയിരുന്നു. ഊഞ്ഞാലൊക്കെ ഇട്ട് നമ്മൾ അടിച്ച് പൊളിച്ച് ഭയങ്കര വല്ലാത്തൊരു ഓർമ്മ ഉണർത്തുന്ന ഒരു ഓണം. മറക്കാനാവാത്തൊരു ഓണമുണ്ട്. എന്താണെന്നറിയാം, ഓണത്തിന് 1 മാസത്തിന് മുമ്പേ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഇതെന്ന് പറഞ്ഞാൽ
പച്ച ഓല വെട്ടിയിട്ട് അത് വാട്ടിയിട്ട് തീ കത്തിച്ചിട്ട് വാട്ടിയിട്ട് കരിയിലെല്ലാം കൂട്ടിയിട്ട് തീ കത്തിച്ചിട്ട് അതിൽ വാട്ടിയിട്ട് മെടഞ്ഞ് ഊഞ്ഞാലിടും. എന്താ അല്ലേ, കയറിന് പകരം. ഇതെത്ര നാൾ കിടന്നാലും ഒന്നും ചെയ്യത്തില്ല. അതങ്ങനെ കിടക്കും. ശരിക്കും ഒലക്കയിലാണ് ഊഞ്ഞാലിടുന്നത്. കാരണം ആ ഒലക്ക വയ്ക്കുമ്പോൾ അത്രയും ആൾക്കാർക്ക് അതിലിരിക്കാൻ പറ്റും. മനസ്സിലായോ? അത് ഭയങ്കര ഒരു സംഭവമാണ്. വയറിലൂടെ ഇനി കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഓർമ്മകളൊക്കെ, ഓണം വരവായി. ഓണം ഇങ്ങ് അടുത്തെത്തി. പണ്ടൊക്കെ ഒരു ഓണത്തിന് മാത്രമാണ് ഓണക്കോടി. ഇപ്പോൾ എപ്പോഴും ഓണക്കോടിയാണ്. ഓണം വരുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അങ്ങോട്ട് ഒരു 2 എണ്ണം എടുത്തതേ ഉള്ളൂ. അതേ അവിടെ ഇരിക്കുന്നു, വിട്ടിട്ട് പോലുമില്ല. ഇങ്ങനെ പറയും. പക്ഷെ അന്ന് ഒരു ജോഡി ഡ്രസ്സിന് വേണ്ടി കൊതിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. മനസ്സിലായോ? അതാണ് കാലം. അപ്പോൾ ഓണമൊക്കെ എല്ലാവരും ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിക്കൂ. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുകയാണ്. ഓക്കെ.